കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് കെമിസ്ട്രി പരീക്ഷകളിൽ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ചില ടോപ്പിക്കുകളാണ് ഞാനിപ്പോ നിങ്ങൾക്കായിട്ട് പറഞ്ഞിരുന്നത്. അപ്പൊ എന്ത് വിചാരിച്ചാൽ ഇതുവരെ തീരെ പഠിക്കാത്ത കുട്ടികളാണെങ്കിൽ നിങ്ങൾ ഇനിയിപ്പോ നിങ്ങൾക്ക് ഫുൾ ആയിട്ട് പഠിക്കാൻ കഴിയില്ല എന്ന് ഉറപ്പാണെങ്കിൽ മാത്രം നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഇതെങ്കിലും പഠിച്ചിട്ട് പോവാ. അങ്ങനെയാണ് നിങ്ങൾക്ക് ഒരു A+ സ്വപ്നം കാണാനെങ്കിലും കഴിയും. ഓക്കെ, ഇനി അത്യാവശ്യം നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞ കുട്ടികളാണെങ്കിൽ നിങ്ങൾ ആ പഠിക്കുന്നതിന്റെ കൂട്ടത്തിൽ ഇതും കൂടി പഠിക്കാം. ഓക്കെ, അപ്പൊ പിന്നെ നമുക്ക് ഏതൊക്കെ ടോപ്പിക്കുകൾ നോക്കല്ലേ? എന്നാ വേഗം നോട്ട്ബുക്ക് ഒക്കെ എടുത്തിട്ട് ഞാൻ പറഞ്ഞ ടോപ്പിക്കുകളൊക്കെ ഒന്ന് എഴുതിയെടുത്തോളിട്ടോ. കെമിസ്ട്രിയിലെ നിങ്ങളുടെ ഒന്നാമത്തെ ചാപ്റ്റർ പീരിയോഡിക് ടേബിൾ ആൻഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, അതായത് പീരിയോഡിക് ടേബിളും ഇലക്ട്രോൺ വിന്യാസം എന്ന ചാപ്റ്റർ ആണ്. അതിൽ നിങ്ങൾ ആദ്യം തന്നെ പഠിക്കേണ്ടത് സബ്ഷൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, അതായത് സബ്ഷൽ ഇലക്ട്രോണിക് വിന്യാസം എന്ന് പറഞ്ഞിട്ടുള്ള സംഗതിയാണ്. ഏതെങ്കിലും ഒരു ആറ്റത്തിന്റെ അറ്റോമിക് നമ്പർ ഒക്കെ തന്നിട്ട് അതിന്റെ സബ്ഷൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാനൊക്കെ എന്തായാലും ചോദിക്കും, സ്ഥിരമായി ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അപ്പൊ അത് പഠിച്ചു വെക്കുക. പിന്നെ അതേപോലെ തന്നെ ഗ്രൂപ്പ്, പീരീഡ്, ബ്ലോക്ക് എന്നിവ കണ്ടെത്താൻ, ആറ്റങ്ങളുടെയൊക്കെ ഏതെങ്കിലുമൊക്കെ തന്നിട്ട് അതിന്റെ ഗ്രൂപ്പ്, പീരീഡ്, ബ്ലോക്ക് ഇതൊക്കെ കണ്ടെത്താൻ അറിയാലോ. ബ്ലോക്ക്, മറ്റുള്ള ബ്ലോക്ക് തന്നെ കുറെ കുറച്ചക്കങ്ങളുണ്ടല്ലോ, അപ്പൊ അതൊക്കെ കണ്ടെത്താനൊക്കെയുള്ള ചോദ്യങ്ങളൊക്കെ വരും. അതേപോലെ തന്നെ അയോണുകളുടെ സബ്ഷൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, അതായത് ഇലക്ട്രോൺ വിന്യാസം കണ്ടെത്താനുണ്ടാവും. പിന്നെ അപ്പൊ ഓക്കെ, അത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടന്റ്. ഇനി ബാക്കിയുള്ളത് ഇമ്പോർട്ടന്റ് അല്ല, അതേപോലെ തന്നെ എന്താണ് പരീക്ഷയ്ക്ക് വരില്ല എന്നൊന്നല്ല കേട്ടോ പറഞ്ഞത്. ഇതാണ് ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്ത് നിങ്ങൾ പഠിക്കേണ്ടത്. ബാക്കിയുള്ളതൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ചില്ല, അതിൽ നിന്നും ചോദ്യങ്ങൾ വന്നേക്കാം. ഓക്കെ, പക്ഷേ ഇതെന്തായാലും നിങ്ങൾ പഠിച്ചിരണം, ഇതിൽ നിന്നാണ് കൂടുതൽ ചോദ്യങ്ങൾ വരാൻ സാധ്യത. ഓക്കെ, ഇനി രണ്ടാമത്തെ ചാപ്റ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയില്ല ഗ്യാസ് ലോസിനെ കുറിച്ചാണ്, അതായത് ഗ്യാസ് ലോസ് ആൻഡ് മോൾ കൺസെപ്റ്റ്, വാതക നിയമങ്ങളും മോൾ സങ്കല്പനവും. ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചാപ്റ്റർ ആവും അല്ലേ? മോള് എന്ന് കേൾക്കുമ്പോൾ തല ഇറങ്ങുന്ന ടീംസ് ആണ്. എന്നാലും വേണ്ടില്ല, അത്യാവശ്യം ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് മാർക്ക് കിട്ടാൻ പറ്റിയിട്ടുള്ള ചാപ്റ്റർ ആണ്. ഒന്ന് ശ്രദ്ധിക്കണം, ഒന്ന് ഇഷ്ടത്തോടു കൂടി പഠിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് പഠിക്കാൻ പറ്റിയ ചാപ്റ്റർ ആണ് മോൾ കൺസെപ്റ്റ്. അപ്പൊ അതിൽ നിങ്ങൾക്ക് ആദ്യം തന്നെ 3 ഗ്യാസ് ലോസ് ഉണ്ട് അല്ലേ? അതായത് നമ്മുടെ അവഗാഡ്രോ ലോ, ചാൾസ് ലോ, ബോയ്സ് ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് 3 ചങ്ങന്മാരുടെ ലോസ് ഉണ്ടല്ലോ. അതിന്റെ ഇക്വേഷൻസ് പഠിക്കണം, അത് എന്തൊക്കെയാണെന്ന് പഠിക്കണം. അതുമായി വെച്ചിട്ടുള്ള പ്രോബ്ലംസ്, അതിൽ ബോയ്സ് ലോ, ചാൾസ് ലോ ഒക്കെ ഇക്വേഷൻസ്, അതേപോലെ തന്നെ അതുമായി വന്നിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കണം. അതിൽ ഏതെങ്കിലുമൊക്കെ ചോദിക്കട്ടോ. പിന്നെ അടുത്തത് മോളെണ്ണം കാണാൻ അല്ലെ, എത്ര മക്കളുണ്ട് എന്നുള്ള സാധനം കാണാൻ അല്ലെ, ഏതെങ്കിലുമൊക്കെ സാധനങ്ങൾ വന്നിട്ട് ഇതിന് എത്ര മക്കളുണ്ട് അല്ലെ, മക്കളല്ല കേട്ടോ, മോളാണ്. അപ്പൊ അത് മോളെണ്ണം കാണാൻ, പിന്നെ അതേപോലെ മാസ്, വ്യാപ്തം ഇതൊക്കെ കാണാൻ. പിന്നെ കൂടാതെ STP എന്ന് പറഞ്ഞൊരു പ്രൊജക്ട് ഉണ്ടല്ലോ, അതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചോണ്ടിട്ടോ. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങളാണ് രണ്ടാമത്തെ ചാപ്റ്ററിൽ പഠിക്കേണ്ടത്. ഇനി അത് കഴിഞ്ഞിട്ട് മൂന്നാമത്തെ ചാപ്റ്ററിലേക്ക് വന്നാൽ റിയാക്ടിവിറ്റി സീരീസ് ആൻഡ് ഇലക്ട്രോ കെമിസ്ട്രി, അതായത് ക്രിയാശീല ശ്രേണിയും വൈദ്യുത രസതന്ത്രവും അല്ലെ. അപ്പൊ അതിൽ നിങ്ങൾ മെയിൻ ആയിട്ട് പഠിക്കേണ്ടത് ഗാൽവനിക് സെൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രൊജക്ട് ഉണ്ടല്ലോ. അത് എന്ത് ചെയ്യുക, അതിന്റെ വരയ്ക്കാനും അതേപോലെ തന്നെ അതിന്റെ സമവാക്യം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കാം. പിന്നെ അത് കൂടാതെ ഇലക്ട്രോളിസിസ് ഓഫ് മോൾട്ടൺ സോഡിയം ക്ലോറൈഡ്, അതായത് ഉരുകിയ സോഡിയം ക്ലോറൈഡിന്റെ വൈദ്യുത വിശ്ലേഷണം, അത് ഇമ്പോർട്ടന്റ് ആണ്, അത് പഠിക്കണം. വൈദ്യുത ലേപനം, ഇലക്ട്രോ പ്ലേറ്റിംഗ്, അത് പഠിക്കണം. അതിന്റെ ഇക്വേഷനും പഠിക്കണം. ഏതെങ്കിലുമൊക്കെ സാധനത്തിന്റെ ഇലക്ട്രോ പ്ലേറ്റിംഗ് അതിന്റെ ഇക്വേഷനൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ അടുത്തത് 4ാമത്തെ ചാപ്റ്റർ ആണ്. അതിൽ പ്രൊഡക്ഷൻ ഓഫ് മെറ്റൽസ്, അതായത് ലോഹ നിർമ്മാണമാണ്. ഇമ്പോർട്ടന്റ് ചാപ്റ്റർ ആണ്, ഒരുപാട് മാർക്കിനൊക്കെ ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ഒരു ചാപ്റ്റർ ആണ്. അതിൽ മെത്തേഡ് ഓഫ് കോൺസെൻട്രേഷൻ വിത്ത് എക്സാമ്പിൾസ്, അതായത് സാന്ദ്രണം ചെയ്യുന്ന 4 രീതികൾ ഉണ്ടല്ലോ, അതാണ് ചോദിക്കാൻ സാധ്യതയുള്ളത്. പിന്നെ അടുത്തത് കാൽസിനേഷൻ, റോസ്റ്റിംഗ് തമ്മിലുള്ള വ്യത്യാസങ്ങളൊക്കെ ചിലപ്പോൾ ചോദിക്കും. അതേപോലെ തന്നെ ലോഹ ശുദ്ധീകരണം ഉണ്ടല്ലോ, മെറ്റൽ റിഫൈനിങ്, അത് ചോദിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ അതിൽ എന്താ വെച്ചാൽ 3 മെത്തേഡുകൾ ഉണ്ടല്ലോ, ആ മെത്തേഡുകളുടെ എക്സാമ്പിൾസ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കും. അപ്പോൾ പഠിച്ചു വെക്കുക. പിന്നെ അതേപോലെ തന്നെ ലോഹ സങ്കരങ്ങൾ, മെറ്റൽ അലോയ്സ് ഉണ്ടല്ലോ, അതിൽ അറിയാലോ ഏതൊക്കെയാണ്, സ്റ്റീല്, അൽനിക്കോ, അതേപോലെ തന്നെ നിക്രോം, ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് സാധനങ്ങൾ ഉണ്ടല്ലോ. അപ്പൊ ഇതിന്റെയൊക്കെ കാര്യങ്ങളൊക്കെ പഠിക്കുക. ഇതൊക്കെ എന്തൊക്കെ ലോഹങ്ങൾ ചേർന്നിട്ട് മെറ്റൽസ് ചേർന്നിട്ട് ഉണ്ടാക്കിയത്, അതിന്റെ കാര്യങ്ങൾ, അതിന്റെ സവിശേഷതകൾ ഇതൊക്കെ ഒന്ന് പഠിക്കുക. പിന്നെ അതേപോലെ തന്നെ ഇരുമ്പിന്റെ വ്യാവസായികമായിട്ടുള്ള, അയണിന്റെ വ്യാവസായികമായിട്ടുള്ള നിർമ്മാണം വെരി ഇമ്പോർട്ടന്റ് ആണ്. അതിന്റെ കാര്യങ്ങൾ മൊത്തമായിട്ട് പഠിച്ചു വെക്കുക. പിന്നെ അലൂമിനിയത്തിന്റെ നിർമ്മാണവും അതിന്റെ ഇക്വേഷനുകളൊക്കെയുള്ള കാര്യങ്ങളും പഠിച്ചു വെക്കുക കേട്ടോ. അപ്പൊ ഈ ചാപ്റ്ററിന് കുറച്ച് കൂടുതൽ ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഇതിൽ കുറച്ച് കൂടുതൽ സാധനം പഠിക്കാൻ തന്നത്, ഇമ്പോർട്ടന്റ് ആണ്. ഇനി 5ാമത്തെ ചാപ്റ്ററിലേക്ക് വന്നാൽ നോൺ മെറ്റാലിക് കോമ്പൗണ്ട്, അതായത് അലോഹ സംയുക്തങ്ങളാണ്. അതിൽ നിങ്ങൾ പഠിക്കേണ്ടത് ഒന്ന് റിവേഴ്സിബിൾ റിയാക്ഷൻ, അതായത് ഉഭയദിശ പ്രവർത്തനം എന്ന് പറഞ്ഞിട്ടുള്ള സംഗതിയാണ്, അത് പഠിച്ചു വെക്കാം. പിന്നെ അതേപോലെ തന്നെ അമോണിയന്റെ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഉണ്ടല്ലോ, അമോണിയ വ്യാവസായികമായി ഉത്പാദിപ്പിക്കുന്നത്, അത് പഠിക്കുക. അതിന്റെ സവിശേഷതകളൊക്കെ ഒന്ന് പഠിച്ചു വെക്കുക. പിന്നെ ഒരു സമവാക്യം നിങ്ങൾക്ക് തരും, എന്നിട്ട് അതിന്റെ ഇക്വിലിബ്രിയം, അതായത് സന്തുലിതാവസ്ഥയെ ഓക്കെ. അപ്പൊ സന്തുലിതാവസ്ഥയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ, അതായത് നമ്മുടെ ഗാഢത, അതേപോലെ മർദ്ദം, താപനില ഇത്യാദി കുറച്ച് ഉണ്ടല്ലോ അല്ലെ, അതൊക്കെ നിങ്ങൾക്ക് തരും. എന്നിട്ട് എന്ത് ചെയ്യുക, അതിന്റെ ഫോർവേഡ്, അതായത് പുരോപ്രവർത്തനം, അതല്ലെങ്കിൽ ബാക്ക്വേർഡ്, അതായത് പശ്ചാത് പ്രവർത്തനം എന്നിവയുടെ വേഗതയെ സ്വാധീനിക്കുന്ന എങ്ങനെയാണ് അതിന്റെ വേഗതയെ സ്വാധീനിക്കുന്നത്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ടത് നമ്മളെ സൾഫ്യൂരിക് ആസിഡിന്റെ നിർജ്ജലീകരണം, അതായത് ഡീഹൈഡ്രേഷനും അതേപോലെ തന്നെ ഡ്രൈയിങ്, ശോഷകാരകം ഉണ്ടല്ലോ, അതും പഠിക്കുക. പിന്നെ സൾഫേറ്റിന്റെ ലവണം, സൾഫേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ലവണം തിരിച്ചറിയുന്ന വിധമുണ്ടല്ലോ, അതും കൂടി ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി 6ാമത്തെ ചാപ്റ്റർ നോമൻക്ലേച്ചർ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ് ആൻഡ് ഐസോമറിസം, അതായത് ഓർഗാനിക് സംയുക്തങ്ങളുടെ നാമകരണവും ഐസോമറിസം എന്ന് പറഞ്ഞ ചാപ്റ്റർ ആണ്. അപ്പൊ അതിൽ നിങ്ങൾ ആദ്യം തന്നെ പഠിക്കേണ്ടത് സിംഗിൾ ബ്രാഞ്ചിന്റെ ഹൈഡ്രോ കാർബൺ, അതായത് അതിന്റെ നെയിമിംഗ് അല്ലെ, എന്ന് വെച്ചാൽ ഒരു ശാഖയുള്ള ഹൈഡ്രോ കാർബണിന്റെ പേര്, മറ്റുള്ള കാര്യങ്ങളൊക്കെ പറയാം. പിന്നെ അടുത്തായിട്ട് ഫംഗ്ഷണൽ ഗ്രൂപ്പുകളെ കുറിച്ച് പഠിക്കുക. ആൽക്കോക്സി ആസിഡ് ഗ്രൂപ്പ്, അതേപോലെ ഹൈഡ്രോക്സിൻ ഗ്രൂപ്പ്, ഹാലോ ഗ്രൂപ്പ്, ഇങ്ങനെയൊക്കെയുള്ള കുറെ കാര്യങ്ങളുണ്ടല്ലോ. അപ്പൊ അതിന്റെയൊക്കെ ഘടനയും അതേപോലെ തന്നെ ഘടന വരയ്ക്കണം. പിന്നെ അതേപോലെ തന്നെ അതിന്റെ പേര്, ഇങ്ങനെ കാര്യങ്ങളൊക്കെ പഠിച്ചെടുക്കണം കേട്ടോ. പിന്നെ ഐസോമറിസ് ആണ് അടുത്തായിട്ട് പഠിക്കാനുള്ളത്. അതിൽ ചെയിൻ ഐസോമർ, അതേപോലെ തന്നെ പൊസിഷൻ,
പിന്നെ ഫംഗ്ഷണൽ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ടല്ലോ, അതൊക്കെ പഠിച്ചു വെക്കുക കേട്ടോ. പിന്നെ ഏഴാമത്തെ ചാപ്റ്ററിൽ കെമിക്കൽ റിയാക്ടിവിറ്റി ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്, അതായത് ഓർഗാനിക് സംയുക്തങ്ങളുടെ രാസപ്രവർത്തനങ്ങളാണ്. അതിൽ നിങ്ങൾക്ക് ആദ്യത്തെ 5 റിയാക്ഷൻസ് ഉണ്ടല്ലോ, സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ, അഡീഷൻ, പോളിമറൈസേഷൻ, കമ്പഷൻ അതായത് ജ്വലനം, പിന്നെ തെർമൽ ക്രാക്കിംഗ് അതായത് താപീയ വികരണം, ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ടല്ലോ. ഈ 5 ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക. പിന്നെ ടൈപ്സ് ഓഫ് ആൽക്കഹോൾസ് ആണ് ഇതിൽ അവസാനമായിട്ട് പഠിക്കേണ്ടത്, അതായത് ആൽക്കഹോളുകളുടെ വിവിധ രൂപങ്ങൾ, അതിൽ വാഷ്, അതേപോലെ തന്നെ റെക്ടിഫൈഡ് സ്പിരിറ്റ്, ഡിനാച്ചുറഡ് സ്പിരിറ്റ്, പിന്നെ മിഥിലേറ്റഡ് സ്പിരിറ്റ്, പവർ ആൽക്കഹോൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ചു വെക്കാം. ഓക്കെ, അപ്പൊ ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞാൽ ഓൾമോസ്റ്റ് നിങ്ങൾക്ക് A+ എത്താൻ കഴിയുമെന്നാണ് എന്റെ ഒരു വിശ്വാസം. പക്ഷെ ഞാൻ ഒരിക്കലും ഈ വിശ്വാസം ഉറപ്പിച്ച് പറയുന്നില്ല.